കണ്ണൂർ ജില്ലയിലെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF. പരാതി കേൾക്കാൻ മതിയായ സമയമില്ല. 1 മിനിറ്റിൽ 5 പരാതി കേൾക്കുക എന്ന വിചിത്ര കാര്യമാണ് നടന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂട്ടുപിടിച്ച് വാർഡ് വിഭജനം അട്ടിമറിക്കുകയാണ്. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഹിയറിംഗ് തീർത്തും പ്രഹസനമായി മാറിയെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ജില്ലയിലാകെ 1379 പരാതികളിന്മേലാണ് ഹിയറിംഗ് നടക്കുന്നത്. കേവലം 3 സെഷനുകളിലായി 6 മണിക്കൂറാണ് ഹിയറിംഗിന് അനുവദിച്ചത്. ഒരു ദിവസം കൊണ്ട് ഈ പരാതികൾ എല്ലാം എങ്ങനെ കേൾക്കുമെന്ന് UDF നേതാക്കൾ ചോദിച്ചു. പരാതികൾ എഴുതിയെടുക്കുന്നത് പെൻസിൽ കൊണ്ടാണ്. ഇതിനെന്താണ് വിശ്വാസ്യതയെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചോദിച്ചു. പ്രഹസനമായിട്ടുള്ള ഒരു ഹിയറിംഗ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ എഴുതിയെടുക്കുന്നത് പെൻസിലുകൊണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഈ പെൻസിൽ കൊണ്ട് എഴുതിയ സാധനം ഈ ഹിയറിങ്ങിന് പരാതിക്കാരന് അതിൻ്റെ കോപ്പിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണ് എഴുതിയത്, എന്താണ് കൊണ്ടുപോയത്, എന്താണ് ആർക്കാ മനസ്സിലാവുക? ആർക്കൊന്നും തിരിയില്ല. ഇതിപ്പോൾ ശരിക്കും വളരെ വ്യക്തമായി കണ്ണൂർ ജില്ലയിൽ നടന്നിരിക്കുന്ന ഡീലിമിറ്റേഷനായി അവരുടെ ആദ്യത്തെ ആ കരടിൽ ഈ മലപ്പുട്ടം പഞ്ചായത്തിൻ്റെ ഒരു ദേശത്ത് നിന്ന് തുടങ്ങി മറ്റേ ദേശം വരെ അപ്പുറത്ത് വരെ ഉള്ളതാണ്. ഒരു നീണ്ട ഒരു ലൈനാണ് ഒരു വാർഡ്. അതായത് നമ്മളവിടെ ജയിച്ച ഒരു വാർഡിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുകയാണ്. പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർഡ് വിഭജനം നടത്തി വിജയം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും കുറ്റപ്പെടുത്തി. യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കാതിരിക്കാൻ CPM നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള കുടുസായിട്ടുള്ള ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയയും അതിനെ തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിയറിംഗും എന്നുള്ളതാണ് വസ്തുത. വാർഡ് വിഭജനം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുകയും തുടക്കത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു പൊതു സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ തന്നെ എല്ലാ വാർഡുകളെയും ബന്ധപ്പെടുത്തിയും ഡിവിഷനുകൾ ബന്ധപ്പെടുത്തിയും വിഭജനം വരും എന്ന് നമ്മളെല്ലാം പറഞ്ഞതാണ്. അത് തന്ത്രപൂർവ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി തെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് പുനർവിഭജനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനത്തെ അടക്കം സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. KPCC അംഗം അഡ്വക്കേറ്റ് TO മോഹനൻ, DCC ഭാരവാഹികളായ മനോജ് കൂവേരി, T ജയകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.